RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന വേൾഡ് കപ്പിലെ ഗ്രൂപ്പിലെയും F ഗ്രൂപ്പിലെയും മത്സരങ്ങളെ കുറിച്ചാണ്. നെതർലാൻഡ് വിസസ് സ്വീഡൻ മത്സരം, അതേപോലെ തന്നെ ജർമ്മനി വിസസ് ഐവറി കോസ്റ്റും രണ്ടും തീപ്പാറിയ മത്സരങ്ങളാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാത്തിരുന്ന മത്സരങ്ങളായിരുന്നു. എന്താന്ന് പറഞ്ഞാല് സ്വീഡൻ 5-1 ടുണീഷ്യയെ പരാജയപ്പെടുത്തിയിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ നെതർലാൻഡ് ജപ്പാന് 2-2 സമനിലയാണ്. അപ്പോൾ ഈ മത്സരം എന്തായാലും തീപ്പാറെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന എല്ലാവർക്കും ഭയങ്കര നിരാശയുള്ള ഒരു കളി. പറഞ്ഞാൽ നിരാശയുള്ള കളി എന്ന് പറഞ്ഞാൽ നെതർലാൻഡ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഗംഭീര പെർഫോമൻസ് ആണ്. 5-1 സ്വീഡനെ പരാജയപ്പെടുത്തിയത്. എമ്മാതിരി കളിയാണ്. ഫസ്റ്റ് കളിയിൽ 2-2 ജപ്പാനോട് സമനിലയിൽ പോയപ്പോ ഇവരാണോ വേൾഡ് കപ്പിലെ ഫേവറേറ്റ് ചോദിച്ച ടീമുകളൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ കളി ഒരു രക്ഷയില്ലാത്ത പൂർണ്ണമായിട്ട് ആധിപത്യം എന്ന് പറയില്ല. സെക്കൻഡ് ഹാഫിൽ സ്വീഡൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി അതിലൊരു ഗോൾ അടിക്കാൻ പറ്റി. പിന്നെ നെതർലാൻഡ് ഗോൾ കീപ്പറുടെ കാര്യം എടുത്തു പറയാതിരിക്കാൻ വയ്യ. സ്വീഡന്റെ കിടലിന് 2-3 സേവുകൾ, അവസാന നിമിഷങ്ങളിലൊക്കെ സേവുകൾ അത് ഗംഭീരമായിരുന്നു. അതേപോലെ തന്നെ നെതർലാൻഡ് 100 ഗോളുകൾ അടിക്കുന്ന ആ ഒരു 10 ടീമുകളുണ്ടല്ലോ, രാജ്യാന്തര ബ്രസീൽ, അർജന്റീന, ബ്രസീലാണ് ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നത്, ജർമ്മനി താഴെ. അങ്ങനെ അവരുടെ ആ ഒരു ഇതിലെത്തിയിരിക്കുകയാണ്. 100 ഗോളുകൾ പിന്നിട്ടിരിക്കുകയാണ് നെതർലാൻഡ് സംബന്ധിച്ചിടത്തോളം ഈ വേൾഡ് കപ്പ് എങ്ങനെ അവർ തൂക്കുന്നൊക്കെയാണ് നമ്മുടെ ഏതോ ഒരു ഗണിതശാസ്ത്രജ്ഞനൊക്കെ പറഞ്ഞത്. എക്കണോമിസ്റ്റും ആയ ചങ്ങായി ഇതുവരെ 3 വേൾഡ് കപ്പുകളൊക്കെ നേടി അത് കറക്റ്റായിട്ട് പ്രവചിച്ചാണ്. അപ്പോൾ ഇയാള് കപ്പടിക്കുന്നതാണ്, നെതർലാൻഡ് കപ്പടിക്കുന്നതാണ്, പോർച്ചുഗലിനെ പരാജയപ്പെടുത്തിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തും നടക്കാം അല്ലേ? അപ്പോൾ കാത്തിരുന്ന് കാണാം. അപ്പോൾ ഫസ്റ്റ് കളി ജപ്പാനോട് 2-2 സമനിലയിൽ പോയപ്പോൾ എല്ലാവരും എഴുതത്തില്ല. പക്ഷെ തിരിച്ചു വരെ അതും സ്വീഡനെ 5-1 പരാജയപ്പെടുത്തിയത്. അങ്ങനെ ഒരു കിടിലൻ കംബാക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അടുത്ത റൗണ്ടിലേക്ക് ഏകദേശം കയറാൻ ഉറച്ചു നിൽക്കണം. ഇനിയുള്ള അടുത്ത മത്സരം പറഞ്ഞാൽ നെതർലാൻഡും അതേപോലെ തന്നെ ടുണീഷ്യയും തമ്മിലാണ്. അത് സിമ്പിളായിട്ട് നെതർലാൻഡ് ജയിക്കും. പിന്നെയുള്ള സ്വീഡനും ജപ്പാനും തമ്മിലുള്ള മത്സരമാണ്. അതിന്റെ വിധി എന്തായിരിക്കും കാത്തിരുന്ന് തന്നെ കാണാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഗംഭീര മത്സരം നെതർലാൻഡ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗംഭീര മത്സരമാണ്. അപ്പോൾ നമ്മൾ അടുത്ത കളിയിലേക്ക് വരാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കളി രാത്രി നടന്ന മത്സരത്തിൽ ഐവറി കോസ്റ്റ് വെച്ച് ജർമ്മനി എന്തായാലും ഐവറി കോസ്റ്റിന് സിമ്പിളായിട്ട് അടിക്കുന്നു വിചാരിച്ചാണ്. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ തന്നെ നെട്ടിച്ചുകൊണ്ടാണ് ഐവറി കോസ്റ്റ് തുടങ്ങി. 33-ാം മിനിറ്റിൽ ഫസ്റ്റ് ഐവറി കോസ്റ്റിന്റെ ക്യാപ്റ്റൻ ഗോൾ സ്കോർ ചെയ്യാണ്. അതിന് മുമ്പ് 1-2 ചാൻസ് കിട്ടും ജർമ്മനി ഗോൾ അടിക്കുന്നുണ്ട്. പക്ഷെ അത് ഫൗളും അതേപോലെ തന്നെ ഓഫ് സൈഡും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ജർമ്മനി നല്ല ട്രൈ ചെയ്യുന്നുണ്ട്, നല്ലൊരു ഗംഭീര പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. പക്ഷേ ഐവറി കോസ്റ്റിന്റെ കളി എന്ന് പറഞ്ഞാൽ അവര് ജർമ്മനിയെ പോലെ ഒരു ടീമിനെതിരെയല്ല കളിക്കുന്നത്. ഭയങ്കര സിമ്പിൾ ആയിട്ട് പ്രാക്ടീസ് മാച്ച് കളിക്കുന്നത്. അല്ലെങ്കിൽ ഫിസിക്കാലിറ്റി യൂസ് ചെയ്തിട്ട് അവർ കറക്റ്റായിട്ട് ബോൾ പൊസിഷൻ ചെയ്തിട്ട് കിട്ടുന്ന ബോളുകൾ കൗണ്ടറിലൂടെ സിമ്പിളായിട്ട് കൊണ്ടുപോകും. അതേപോലെ ആ പെനാൽറ്റി ബോക്സ് വെച്ചിട്ട് പക്ഷെ ഫിനിഷിംഗ് എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നില്ല. ആ സാധനം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ജർമ്മനിക്ക് 1-2 കൂടെ കയറ്റി കൊടുത്തിട്ടുണ്ടാവുന്നതാണ്. അതിന് സംശയമൊന്നുമില്ല. അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ടും രക്ഷയൊന്നുമില്ല. ഗോളൊന്നും വീഴാണ്ടായപ്പോൾ കോച്ച് 59-ാം മിനിറ്റിൽ 3 ചങ്ങായിമാരിനെ ഇറക്കി വിടുകയാണ്. ആ ഒരു 3 ചങ്ങായിമാരിലെ 2 സബ്സ്റ്റിറ്റ്യൂട്ട്, ഒന്ന് ഡെനിസും ഒന്ന് നദീം അമരിയും. ഡെനിസാണ് 2 ഗോളുകൾ അടിച്ചത്. അമരി ഒരു അസിസ്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ സബ് എന്ന് പറഞ്ഞാൽ ഇതാണ് സൂപ്പർ സബ്. കറക്റ്റായിട്ട് ആ ടൈമിൽ 3 ആളിനെ ഒരുമിച്ച് അങ്ങോട്ട് ഇറങ്ങിക്കൊണ്ട് കളിയുടെ ആ ഒരു ഇതന്നെ മാറ്റുകയാണ്. അവർക്ക് എന്താ പറയാ, ഐവറി കോസ്റ്റിന്റെ ഡിഫൻസിന് ഏതാ പ്ലെയർ, എവിടെയാണ് പോസ്റ്റ്, ഒന്നും ആ ഒരു ഗോൾ 2 ഗോളുകൾ നോക്കിയാൽ മനസ്സിലാവാൻ പറ്റും. എവിടെ നിന്നാണ് വന്നത്, എങ്ങനെ ഗോൾ അടിച്ചെന്ന് ഒരു പിടിയില്ല. അങ്ങനെ 2-1 വിജയിച്ചിട്ട് എന്താ പറയുക, ശരിക്കും ആ ഇഞ്ചുറി ടൈമിലാണ് 90 മിനിറ്റുകൾക്ക് ശേഷമാണ് ആ വിജയ ഗോൾ നേടുന്നത്. ആ ഗോളും ഒരു കിഡിലൻ ഗോളായിരുന്നു. അപ്പോ ഐവറി കോസ്റ്റ് വിചാരിച്ചു സമനിലയിൽ പോയിട്ട് എന്തായാലും ജർമ്മനി എല്ലാവരും സമനിലയിൽ പോവാന്ന് വിചാരിച്ചു. അതിനു മുമ്പ് 87-ാം മിനിറ്റിൽ ഐവറി കോസ്റ്റിന് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു കിഡിലോസ്കി ചാൻസ്. പക്ഷെ അത് ഒന്ന് ഫേക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയാണ് അവരുടെ വിങ്ങർ. പക്ഷെ അത് ഫേക്ക് ചെയ്യുന്നതിന് മുമ്പ് ജർമ്മന്റെ ഡിഫൻഡർ തട്ടിക്കളഞ്ഞു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അത് ചിലപ്പോൾ മിക്കവാറും കയറേണ്ട ഒരു ചാൻസ് ആയിരുന്നു. ആ ചാൻസ് പോലാണെങ്കിൽ ഐവറി കോസ്റ്റ് സിമ്പിളായിട്ട് ജയിക്കേണ്ട കളിയായിരുന്നു. പക്ഷെ കളി 2 ടീമിന്റെയും ഗംഭീരമായിരുന്നു. ഒന്ന് ജർമ്മനി വിറച്ചു തന്നെ പറയാം, വിറപ്പിച്ചിട്ട് തന്നെയാണ് അവർ പോയത്. അപ്പൊ നമുക്ക് ഇവരുടെ 2 ടീമിന്റെയും, നെതർലാൻഡിന്റെയും അതേപോലെ തന്നെ ഇവരുടെയും സ്റ്റാറ്റ്സിലേക്ക് ഒന്ന് കടന്നു നോക്കാം. അപ്പൊ ഗ്രൂപ്പിൽ ഇവരുടെ പൊസിഷൻ ഇപ്പോൾ നിൽക്കുകയാണ് പറഞ്ഞാൽ ജർമ്മനിയാണ് ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നത്. 2 മത്സരം കഴിഞ്ഞപ്പോൾ 2-ലും വിജയിച്ച് 6 പോയിന്റ്, ഗോൾ ഡിഫറൻറ്റ് 9 അതാണ് ആലോചിക്കേണ്ടത്. അതേപോലെ തന്നെ ഐവറി കോസ്റ്റ് 2ാം സ്ഥാനത്ത്, 2 മത്സരങ്ങളിൽ 1 വിജയം, 3 പോയിന്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി ഇക്കഡോറാണ് ഉള്ളത്. 1 മത്സരങ്ങൾ അവർ കളിച്ചിട്ടുണ്ട്, അതിലൊരു തോൽവിയാണ്. അതേപോലെ തന്നെ ഗ്രൂപ്പിൽ അവസാനക്കാരായിട്ടുള്ള കുറസാവാണ്. അവരെയാണ് 7-1 പഞ്ഞിക്കിട്ട ജർമ്മനി. നെതർലാൻഡ് ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ 2 മത്സരങ്ങളിൽ 1 വിജയവും 1 സമനിലയായിട്ട് നെതർലാൻഡ് ടോപ്പിലുള്ള 4 പോയിന്റുമായിട്ട്. സ്വീഡന് 1 വിജയവും 1 തോൽവി അടക്കം 3 പോയിന്റുമായിട്ട് അവർ 2ാം സ്ഥാനത്താണ് ഉള്ളത്. ഇനി ജപ്പാനും ടുണീഷ്യന്റെ കളി നടക്കാനുണ്ട്. അപ്പൊ അതിന് മുമ്പാണ് ഈ വീഡിയോ എടുക്കുന്നത്. ജപ്പാനും ടുണീഷ്യ അതിൽ വിജയിക്കുന്നവരായിരിക്കും. ചിലപ്പോൾ ജപ്പാൻ ജയിക്കുകയാണെങ്കിൽ ജപ്പാൻ ടോപ്പിലേക്ക് വരികയായിരിക്കും. അത് ഗോൾ ശരാശരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവരുടെ സ്റ്റാറ്റ്സ് എന്ന് പറഞ്ഞ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നെതർലാൻഡിന് വേണ്ടിയിട്ട് ബ്രോബിയും അതേപോലെ തന്നെ ഗാക്പോക്കുമാണ് ഡബിൾ അടിച്ചപ്പോൾ സമർവെല്ലി
ഒരു ഗോൾ അടിച്ച് അങ്ങനെ 5-1 വിജയം നേടിയത്. അവരുടെ സ്റ്റാറ്റസിലേക്ക് നോക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. എത്ര ഷോട്ടുകൾ? 12 ഷോട്ട് എടുത്തപ്പോൾ അതിൽ 7 എണ്ണം ഓൺ ടാർജറ്റിലേക്കാണ്. സ്വീഡൻ ആണെങ്കിൽ 21 ഷോട്ടുകൾ എടുത്തിട്ടുണ്ട്, അതിൽ 10 എണ്ണം ഓൺ ടാർജറ്റിലേക്കാണ്. സെക്കൻഡ് ഹാഫിലൊക്കെ നെതർലാൻഡ് ഗോൾ കീപ്പർ മരണ കളിയായിരുന്നു. എന്താ പറയുക, ഗോളുകൾ കറക്റ്റായിട്ട് അടിക്കുന്നത് നെതർലാൻഡാണ്. അവിടെ സ്വീഡന്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ടാർഗറ്റിലേക്ക് ബോൾ വരുന്നുണ്ടെങ്കിൽ ഗോൾ കീപ്പറെ മറികടക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 52% പൊസിഷൻ ഉണ്ടായിരുന്നുള്ളൂ, 48% സ്വീഡന് പൊസിഷൻ ഉണ്ടായിരുന്നു. 352 പാസുകളാണ് നെതർലാൻഡ് കംപ്ലീറ്റ് ചെയ്തത്. സ്വീഡൻ ആണെങ്കിൽ 386 പാസുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 88% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു. അവിടെ ആണെങ്കിൽ 84% പാസിംഗ് അക്യുറസി. 9 ഫൗളും 12 ഫൗളാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. കോർണേഴ്സ് നോക്കുകയാണെങ്കിൽ രണ്ടും അവിടെ സ്വീഡന് 5 കോർണേഴ്സ്. ഇതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുന്ന സമയത്ത് സ്വീഡനാണ് ഒരുപടി മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ കളിയിൽ ഗോൾ അടിക്കാൻ മിടുക്ക് കാണിച്ചത് നെതർലാൻഡ്, അതുകൊണ്ട് അവർക്ക് തന്നെയായിരുന്നു വിജയം. ജർമ്മനി വിസസ് ഐവറി കോസ്റ്റിന്റെ സ്റ്റാറ്റിസ്റ്റിലേക്ക് കഴിഞ്ഞാൽ 16 ഷോട്ടുകളാണ് ജർമ്മനി എടുത്തിട്ടുള്ളത്. അതിൽ 7 എണ്ണം ഓൺ ടാർജറ്റിലേക്ക് ആയപ്പോൾ ഐവറി കോസ്റ്റ് 9 ഷോട്ട് എടുത്താൽ 2 എണ്ണം മാത്രം ഓൺ ടാർജറ്റിലേക്ക് വന്നത്. 55% പൊസിഷൻ ഉണ്ടായിരുന്നു ജർമ്മനിയുടെ ഭാഗത്ത്, അവിടെയാണ് 45%. 591 പാസുകൾ ജർമ്മനി കംപ്ലീറ്റ് ചെയ്തപ്പോൾ 413 പാസുകൾ ഐവറി കോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 90% പാസിംഗ് കുറച്ച് ജർമ്മനിയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നപ്പോൾ 80% അവിടെ ഉണ്ടായിരുന്നത് ഐവറി കോസ്റ്റിന്റെ ഭാഗത്ത്. 5 ഫൗളുകൾ, അവിടെ 7 ഫൗളുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോർണേഴ്സ് നോക്കുകയാണെങ്കിൽ ജർമ്മനി 8 കോർണേഴ്സ് വിൻ ചെയ്തിട്ടുണ്ട്, അവിടെയാണ് വെറും 3 കോർണേഴ്സ് മാത്രമേ വിൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് 2 ഗ്രൂപ്പിൽ നിന്ന് ആരായിരിക്കും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോകാൻ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങൾ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.